ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകുന്നുണ്ട്, ടൈഗർ ഷോയ്, പിന്നെ ആൽക്കസറ ഷോയും എല്ലാം കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്. ഇന്നത്തെ പിച്ചക്ക്, ഇന്നത്തെ ലഞ്ച്, ഇന്നത്തെ ലഞ്ച് ചിക്കൻ ആൻഡ് റൈസ്. ഇന്നത്തെ ലഞ്ച് വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, എനിക്ക് വേണ്ട. ഇച്ചിരി സൂപ്പ് കുടിക്കണമെന്നുണ്ട്, അത് ലാസ്റ്റ്. അവളുടെ ഫുഡ് അവൾക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, മധുരമാണെന്ന് പറഞ്ഞു. വേറൊരു ടേസ്റ്റ് അല്ലേ. ബാഗിൽ കളറായി, പുതിയ ബാഗിൽ വരാൻ വേണ്ടി ജസ്റ്റ് വാങ്ങിച്ച ബാഗാണ്. അത് ഞങ്ങളാണെങ്കിൽ ബീച്ചിൽ പോയപ്പോൾ ഇവിടുന്ന് ടവല് വന്നിട്ടുണ്ട്, ഹോട്ടലിൽ തന്ന ടവല. അതിന്റെ കളർ ഇളകി. പോട്ടോ, വിഷമിക്കണ്ട. എന്റെ ഷൂ കൊള്ളാമോ? ആ പിന്നെ അടിപൊളി ഷൂ, സൂപ്പർ. അവ എല്ലാവരും കയറുന്നു. ഇനി നമ്മൾ ചെന്നില്ലെങ്കിൽ എല്ലാ ദിവസവും ലാസ്റ്റ് വണ്ടിയാവും നമ്മൾ. ബസ് വന്നു. ഇവിടെ ടൈഗർ പാർക്ക് വന്നിട്ടില്ല, ടിക്കറ്റ് ടൈഗർ അവിടെ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എനിക്കൊരു മയക്കി കടത്തിയൊക്കെ കാണുന്നു. ഇതാണ് ഇവിടുത്തെ സഫാരിയുടെ റേറ്റുകൾ. ഫോട്ടോ എടുക്കുന്ന സമയത്ത് എപ്പോഴാണ് അതിന്റെ സ്വഭാവം മാറുന്നത് അറിയാൻ പറ്റുന്നത്. വെറുതെ ട്രിപ്പ് വന്നിട്ട് ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നു ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന്. അപ്പം വലിയ മറ്റേ ജയന്റ് ടൈഗർ അതിനിങ്ങനെ കുപ്പി പോലെ, പാൽക്കുപ്പി ഇല്ല അതുപോലൊരു സാധനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിങ്ങനെ നോക്കുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അത് താഴോട്ട് അവരെ നോക്കുമ്പോൾ അപ്പം തന്നെ അടുത്ത പാലിന്റെ കുപ്പി വെക്കും. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റ് സഫാരി എടുത്തു. അതെ, ഫോറസ്റ്റ് സഫാരിക്ക് എത്രയടി? 1020 ഇവിടുത്തെ ബാത്തായി. ടൈഗർ കിടക്കുന്നു. ഒരാൾ നോക്കുന്നുണ്ടോ? ആ അതാണ് വിശാലമായി. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോലും അതൊന്ന് മയങ്ങിയിരിക്കും. ഞങ്ങള് മയങ്ങിയിരിക്കാം. ഞങ്ങൾ ബസ്സിലിരുന്ന് നന്നായിട്ട് ഉറങ്ങി. ഫോറസ്റ്റ് സഫാരി എഴുതിയിട്ടുണ്ട്. പതുങ്ങി നിൽക്കുന്ന നോക്ക്. ആരെയോ പിടിക്കാൻ വേണ്ടി പറ്റുമെന്ന് നോക്കുക. അത് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ഉണ്ടാവുക. ടൈഗർ നടന്നു പോവായിരിക്കും. അപ്പൊ നമ്മുടെ കൂടെ നടന്നു വരും. ഇത് ഫണ്ണായിരിക്കും. ജയന്റ് ഫാൻ. Oh my God. നമ്മൾ ഇതിനകത്താണ് പോകുന്നത്. റൈഡുള്ളത് ഇതിനകത്താണ്. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറി വണ്ടിക്കകത്ത് ഒരടച്ച് അടച്ചൊക്കെ ഗ്ലാസ് ആട്ടോ. പക്ഷെ നല്ല ക്ലീൻ ആയിരുന്നു. അതെ, ഞാൻ കണ്ടു മുമ്പിൽ വന്ന വണ്ടിയുടെ പുറയിൽ ആ ടൈഗർ നടന്നു വരുന്നത്. അപ്പൊ ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊളിക്കാതിരിക്കണമല്ലോ. പക്ഷെ ഇതായിരുന്നു നല്ലത്, മറ്റേ ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടി. എനിക്ക് സഫാരി ഇഷ്ടപ്പെട്ടു. കാരണം അത് അടുത്ത് തന്നെ വരുന്നുണ്ട്, നമ്മുടെ അടുത്ത് ലൈവായിട്ട്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ തൊടാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തൊടുന്നത് എനിക്കും തോന്നുന്നില്ല. ലൈക്ക് ഒരു മടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് തൊടാന്നല്ലാതെ അത്രയും സേഫ് ആയിരിക്കും. ഏതെങ്കിലും ഒന്നും ചെയ്യത്തില്ലല്ലേ. ഇവിടെ ഗേറ്റ് ഓപ്പൺ ആവും. ഇതൊരു ജുറാസിക് പാർക്ക് പോകുന്ന അതേ. ഇതിനാണെങ്കിൽ അവരുടെ കൂടെ ഇങ്ങനെ വെച്ചിരിക്കുമല്ലേ ഓരോന്നും. ഇത് വണ്ടി നിർത്തി ഫ്രീ ആയിട്ട് നടക്കുക. ഇതാണ് നമുക്കൊരു പ്രൊട്ടക്ഷനും ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്. മറ്റേ നമുക്ക് അറിഞ്ഞൂടല്ലോ എപ്പോഴാണ് അതിന്. സെയിം ആന പോലെ. ആന അങ്ങനല്ലേ, എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അറിയില്ല എപ്പോഴാണ്. നോക്കുന്നില്ല. ഹലോ, ഇപ്പൊ ഒരു കൊച്ചു പറഞ്ഞാലോ ഒരടി കിട്ടി, അത് അപ്പോഴേ മരിച്ചു. അത് വേറൊരു പാർക്കിൽ അവർ പോയ അതില് ആ ട്രെയിനറിന്റെ കൂടെ ഉള്ള ട്രെയിനർ വേണോ, ട്രെയിനറിനെ തന്നെ അടിച്ചു. അയാള് മരിച്ചു. വരുന്നു. നമ്മുടെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത്. ഇതടിപൊളി. വേറെ ആളൂടെ വരുന്നുണ്ട്, ഫ്രണ്ട്.
വീഡിയോയില് കാണുമ്പോ എത്രത്തോളം മനസ്സിലാവണമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നല്ല സൈസ് ഒക്കെ ഉണ്ടോ? ഇത്ര അടുത്താ ഇരിക്കുന്നത്. വാലിന്റെ ഒക്കെ നീളം നോക്കി. അടുത്ത ഗേറ്റിലോട്ട് സൈഡിലോട്ട് പോവാം. 2 ഗേറ്റ്. അതെന്താ അതിനകത്തും ഇതിന് വെളിയിലോട്ടേക്കുന്നത്? അതിനകത്തും ഇതിന് വെളിയിലും എന്താ ഇട്ടേക്കുന്നത്? അത് അക്രമകാരിയായിരിക്കും നിന്നെ പോലെ. നിന്നെയൊക്കെ ഇടുവാണെങ്കിൽ ഇങ്ങനെ ഡിഫറൻസ് ചെയ്യും. എന്നെ അവിടെ ഇടും, നിന്നെ ഇവിടെ ഇടും. എണീറ്റ് മാറി കേട്ടോ. നമുക്ക് പറഞ്ഞ വലുത് ഇതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഇതിനകത്തിട്ടേക്കും. കണ്ടോ അതിന്റെ കൈയൊക്കെ വലുതാ മറ്റേനെക്കാട്ടി. ചിലപ്പോ പെണ്ണു കാണുവാണെങ്കിലും സത്യം ഇതിനെന്തോ വ്യത്യാസം വേണ്ട. ഇതിന് താടിയുണ്ട്. ആണാന്ന് തോന്നുന്നു. ഇതാണ് അതെനിക്ക് ഇത്തിരി വലുത്. ഓ എല്ലാം ഭയങ്കര വലുപ്പമുണ്ട്. മറ്റേത് കുറച്ചുകൂടി ചെറുതായിരുന്നു. കൈയൊക്കെ നോക്കി. നമ്മുടെ ഒരു തല അതിനകത്ത് പോകും വായില്. നല്ല മഴ. നോക്കുന്നു എന്റെ പൊന്നു. പക്ഷെ നമ്മൾ ജൂലായാലും ഇത്ര അടുത്ത് ഇങ്ങനെ കണ്ടിട്ടില്ലല്ലേ? ഇത് നല്ല തണുപ്പാവാറ്. ഇതിപ്പോ നമ്മള് കുറച്ചുകൂടെ അകത്ത് കയറിയല്ലേ? അവിടൊക്കെ നടക്കുന്നുണ്ട്. നോക്കുന്നു. ആരുടെ വീഡിയോ എടുക്കുന്നത്? എന്നോട് ചോദിച്ചിട്ടൊക്കെ എടുക്കട്ടെ. എന്തിനെയോ പിടിക്കാൻ വരുന്നു. അയ്യോ ഇങ്ങനെ പതുക്കെ വരുന്നു. നമ്മുടെ കൂടെ നടക്കുന്നത്. എങ്ങാനും എന്തെങ്കിലും കിട്ടിയാലോ വിചാരിച്ചു. അളിയാ നീ വെള്ളത്തിൽ കിടക്കുവാണോ? അതെ. അയ്യോ എന്തെടുത്തു അത് താഴെക്കൂടെ പോയി. ഇപ്പൊ അത് വെള്ളത്തിൽ വരും. അങ്ങനെ ഞങ്ങളുടെ റൈഡ് കഴിഞ്ഞു. തുറക്കും ഞങ്ങൾ ഇറങ്ങും. ഇപ്പം ഞങ്ങൾ സഫാരി കഴിഞ്ഞിട്ട് ഇപ്പം നടന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്തോട്ട് ടൈഗറിനെയൊക്കെ കേജിലിട്ടിട്ടുണ്ട്. അപ്പം ആ സൈഡിലോട്ട് പോവാം. എന്നെ വിഴുങ്ങിയാൽ അതിന് നേരെ കിടക്കാം. എന്നെ വിഴുങ്ങിയാലേ അത് നേരെ കിടന്ന എനിക്ക് അതിനകത്ത് കിടക്കാം. വയറ്റിനകത്ത് അത്ര നീളമുണ്ട്. ശരിക്കും വീഡിയോയിൽ അത്ര അറിയുന്നില്ല. അയ്യോ എനിക്ക് ഇഷ്ടപ്പെടുന്നു അതിനെ. ഓടുന്ന ഒരാൾ ഇങ്ങനെ ഇത് ഇവിടെ വന്ന് നമ്മുടെ ദേഹത്തൊക്കെ കയറും. ഹലോ കുറേ ടൈഗറുണ്ട്. ഓരോത്തിനും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ 2023 ഉണ്ടായതാ. ഇത്രയും സൈസ് ഉണ്ട് അതിന്. ബർത്ത്ഡേ ഇത് 2024 ജനിച്ചതാ, ഫെബ്രുവരിയിൽ. ഇതൊക്കെ ഓ അതിന്റെ വലുപ്പം നോക്ക്. നല്ല വാസന. ഇവിടെ മുഖം നോക്ക്. ഇതിന്റെ ഒക്കെ സൈസ് നോക്ക്. ഇത്രയും അടുത്ത് കാണുന്ന നമ്മളല്ലേ. അയ്യോ ഇത് ഇത്ര വലുതായത് നോക്ക്. അയ്യോ അയ്യോ ആര് തുമ്മിയതാണ്. ഞാൻ പേടിച്ചു പോയി. ശരിക്കും ഇത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട്. നീ പറഞ്ഞ പോലെ കേജിനകത്ത് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഈ ചെറിയൊരു നോക്കെന്റെ കാല്. സത്യം. അയ്യോ അത് നോക്കിട്ട് നമ്മുടെ കൈ നോക്കുമ്പോ ഒന്ന് കുഞ്ഞത്. അലക്കുന്ന അവരെഴുതി വെച്ചിട്ടുണ്ട് പ്ലീസ് സ്റ്റേ അവേ ഫ്രം ദെയർ ഫേസ് എന്ന്. പിടിച്ചാൽ തന്നെ ഒറ്റപ്പിടിയാ. എന്റെ കൈ പോലും ഇത്രയുണ്ട്. ഇതിനകത്ത് വേറെ ഗോൾഡൻ ടൈഗർ, വൈറ്റ് ടൈഗർ. എന്റെ മേലെയൊക്കെ വേറൊരു കളർ. ഇത് വേറെ അല്ലേ? ഇത് ഗോൾഡൻ ടൈഗർ. എടാ നീ വന്നോ? എപ്പോ വന്നു? ഏതോ ഒരു അലറുന്നുണ്ട്. അവിടെ കിടന്നിട്ട് നന്നായിട്ട് അലക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എടുക്കരുത്, പക്ഷെ നമ്മള് വേണ്ട, വെറുതെ എന്തിനാന്ന് വിചാരിച്ചു. നോക്ക് ഇപ്പൊ അവര് വരും. എന്റെ അമ്മേ, സഫാരി എക്സ്പീരിയൻസ് സൂപ്പർ. ശരിക്കും നോർമലി ഞാൻ സൂലൊക്കെ സഫാരി നമ്മൾ പോവല്ലോ, പക്ഷെ അതുകൊണ്ട് എനിക്ക് അത്രയും ആദ്യം പറഞ്ഞപ്പോൾ അത്ര ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ
നല്ലതായിരുന്നു. അതിൽ സൂല് പോയി നമ്മൾ കാണുന്ന പോലെ അല്ല ഇത്. അത്രയും അടുത്ത് ഇത്രയും വലുത്. നമ്മള് ജസ്റ്റ് ഒരു നമ്മൾ പോകുന്ന വണ്ടിയിലെ ഗ്ലാസ് ഉണ്ടെന്നല്ലോ, നമ്മുടെ കൂടെ നടക്കുമല്ലേ. നല്ല രസം. അത് നല്ലായിരുന്നു. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറുന്നതിനെക്കാട്ടും നല്ലത് ഇതാ. അതിനകത്തൂടെ ആയിരിക്കും എനിക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. എക്സിറ്റ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അക്ഷരം ഒന്നും മാറിപ്പോയില്ലല്ലോ. അയാളുടെ നോട്ടത്തിൽ അതായിരുന്നു. ഇവിടെ വരെ വന്നിട്ട് എക്സിറ്റ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാളുടെ പോയി ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് ചെയ്യാം. ഓടിച്ചാടി ഞങ്ങള് ലേറ്റ് ആക്കി വെയിറ്റ് ബസ്സിൽ. അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെത്തി. എല്ലാവരും നടന്ന് ക്ഷീണിച്ച് കൈയൊക്കെ ഇങ്ങനെ ഹിപ്പിൽ വയ്ക്കും. ഇവിടെ ഒരാൾക്ക് സ്റ്റിക്കി റൈസ് വേണമെന്ന് പറഞ്ഞാൽ സ്റ്റിക്കി റൈസ് വേണം. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടുത്തെ നാഷണൽ ആനിമലാണ് എലിഫന്റ്. അപ്പം ഞങ്ങളിങ്ങനെ ടിക്കറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാണ്. ടിക്കറ്റ് അവരിപ്പം എടുക്കും. അത് ഇൻക്ലൂഡഡ് ആ ഫോർച്യൂണിനകത്ത്. ഇതാ ആദ്യത്തേത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഫോർച്യൂണിനകത്ത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ആയിരുന്നു പേ ചെയ്യുന്നത്. ഈവൻ ടൈഗർ സഫാരിയും പിന്നെ ബീച്ചിൽ പോയിട്ട് ആക്ടിവിറ്റീസ് ചെയ്തേക്കുന്ന ആ സാധനങ്ങളെല്ലാം. ആദ്യം പിന്നെ വോക്കിംഗ് സ്ട്രീറ്റ് ആയിരുന്നു. അതിനകത്ത് ഇൻക്ലൂഡ് പേയ്മെൻറ്റ് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമായിരുന്നു. ഇതിപ്പം ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് മാത്രം ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. അത് ഫ്ലോട്ടിപ്പോൾ കയറുകയാണ്. ഞങ്ങളുടെ കയ്യിലെന്തോ ഇത് ഇവിടുത്തെ എന്തോ ഒരു ദൈവമാണോ? അല്ല ഇത് ബുദ്ധനാ. സോറി, അല്ല ഇത് ബുദ്ധനാ. വേറൊരു വെച്ചിട്ടുണ്ട് 4 സൈഡിലോട്ടും തലയുള്ള. ഇതാണോ ബുദ്ധന്റെ ആ മരം? ബോധി വൃക്ഷം ആണോ? അതറിയില്ല കേട്ടോ. അത് ലോക്ക് ഇട്ടേക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ആഗ്രഹം ഓരോ ചെയ്യത്തില്ലേ നമ്മള്, ലോക്ക് ചെയ്തേക്കുന്നുണ്ടോ? അതാണോ എനിക്കറിയൂടാ. അങ്ങനത്തെ എന്തോ. ഈ ഗ്രീൻ എല്ലാം അകത്തോട്ട് പോകുന്നു. റെഡ് എക്സിറ്റ്. എവിടെ പോയാലും റെഡ് നോക്കി തിരിച്ചു വരാം. അതെ. ഇതിനകം മൊത്തം ഈസി ആട്ടോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുമല്ലേ ഇത്. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയും. ഇതില്ല ശരിക്കും ഒറിജിനൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകൾ വരുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ് ശരിക്കും ഇത്. ഒറിജിനൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ അല്ല. ഇത് പണ്ട് കാലത്ത് ഇവരുടെ ഒരു കൾച്ചർ കാണിക്കാൻ സിംബോളിക്കലി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. പണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ട്രാവൽ ഒക്കെ എന്താ ബസ്സും അങ്ങനെയൊക്കെ ഒന്നും ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് ഇവർ ഇങ്ങനെ ബോട്ടിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു പോകുന്നത്. അങ്ങനത്തെ ഇവിടെ പറയുന്നത് കേട്ടത്. അപ്പം പണ്ട് കാലത്ത് നമുക്കിങ്ങനെ പോകണമെങ്കിലും ഒക്കെ പണ്ട് നമ്മൾ കടത്തോ അങ്ങനെ പറയത്തില്ല, അങ്ങനെ മാർക്കറ്റ് എല്ലാത്തിനും വള്ളത്തിലൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. എൻ്റെ ഒരു അറിവിൻ്റെ പരിമിതിയിൽ നിന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളപ്പോൾ ബോട്ടിൽ കയറാൻ പോവാണ്. ഈ ബോട്ട് ഞാൻ മറ്റേ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. ഏത് സിനിമയ്ക്കാണ്? റോക്ക് സ്റ്റാറിനകത്ത് അവള് നടി മറ്റേ കാശ്മീരിക്കാരെ. അപ്പൊ അതിനകത്ത് പോകുമ്പോഴത്തേക്കും ബോട്ടിൽ ഇങ്ങനെ. കാശ്മീരിൽ ശരിക്കും ഇതുണ്ട് ഇങ്ങനെ പോകുന്നത്. ഇതാ അവര് പോകുന്നത്. ഇത് ശരിക്കും വള്ളം. നമ്മൾ ഈ ബോട്ട്. ഇത് ശരിക്കും വള്ളമാണല്ലേ? വള്ളം. ഇതിലെ കൂടെ കേറാമോ? മറിയത്തില്ലല്ലേ? ഞാനാണ് ഫ്രണ്ടിൽ. താനാണ് നമ്മുടെ കപ്പിത്താൻ. അതെ, ഇങ്ങനെ ഇരിക്കുന്നത് നമ്മളെല്ലാരും ഓരോരുത്തരായിട്ട്. പണ്ടൊക്കെ ഇവിടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ വേറെ വണ്ടികളൊന്നും ഇല്ലാത്തപ്പോൾ അവർ ഇങ്ങനെ വള്ളത്തിലായിരുന്നു ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെ കുറച്ചും കൂടി ഇങ്ങനെ ഐലൻഡ് പോലത്തെ അങ്ങനത്തെ സ്ഥലങ്ങളായിരുന്നു തോന്നുന്നു പണ്ട് കൂടുതൽ. അവിടുത്തെ ഗൈഡ് പറഞ്ഞതാണ് എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അപ്പം അവരുടെ ആ ഒരു കൾച്ചർ കാണിക്കാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ.
പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് ഇവർ പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സെൻറ്ററിൽ ഇരിക്കണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിങ്ങനെ ഷേക്കായി പോകും. കണ്ടോ ഇത് ചെറിയ ചെറിയ അതെ. ഇവരിങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെളിയിൽ ചെല്ലുമ്പം നല്ലൊരു ഫോട്ടോ അവരെടുത്തിട്ടുണ്ടാവും ഈ ഒരു സെക്കൻഡ്. എന്നിട്ട് അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കണം. അതെ, അത് കൊടുത്ത് വാങ്ങാം. പക്ഷേ അത് നല്ല ഫോട്ടോസ് അവരെടുക്കുന്നത്. ഒരു സെക്കൻഡിൽ എടുക്കുന്നെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഇത്ര ഇങ്ങനെ നല്ലതായിട്ടാണോ, പക്ഷെ നമുക്ക് കിട്ടുന്ന നല്ല ഫോട്ടോയാ. അവർ ആ സമയത്തിനകത്ത് എഡിറ്റ് ചെയ്തെല്ലാം കൊണ്ടുവരുന്നല്ലോ അല്ലേ. പട്ടായ ഫ്ലോട്ടിങ് മാംഗോ സ്റ്റിക്കി റൈസ്. ഒരാള് മാംഗോ സ്റ്റിക്കി റൈസ് നോക്കി നോക്കി നടക്കുക. കൊള്ളാല്ലേ. അതാ പനങ്കരിക്ക് നമ്മൾ അന്ന് കഴിച്ചില്ലേ നൊങ്ക്. ഇങ്ങനെ വെള്ളത്തിൽ പോയി വാങ്ങിക്കാൻ പറ്റണോ അല്ലേ? ഞാനും അങ്ങനെ വിചാരിച്ചത്. ഇവിടെ ശരിക്കും ഓതന്റിക് ഫുഡ് കിട്ടും അല്ലേ, അവരന്നേരം ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളത്തിനൊരു ചരിവുണ്ടോ സംശയം. വെള്ളം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചരിക്കുന്നുണ്ട്. ഇതെന്താടി ഈ ഫ്രൂട്ടോ? ഈ ഫ്രൂട്ട് എന്താന്ന് എനിക്ക് അറിയില്ല. നല്ലൊരു ഈവനിങ്. ആ വീടുകളൊക്കെ ഏകദേശം നമ്മുടെ നാട്ടിലെ പോലത്തെ വീടുകളെല്ലാം. റൂഫിന് എന്തോ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ ബാക്കി കൺസ്ട്രക്ഷനൊക്കെ നമ്മുടെ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. ഞങ്ങളുടെ കൂടെ വന്നവൻ പിടിച്ചു. ഇതാണ് ഇവള് പറഞ്ഞ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള ലോ ഓഫ് അട്രാക്ഷൻ. ഇതൊക്കെ ആരോ രണ്ടുപേരുടെ ഇങ്ങനെ വള്ളത്തിൽ, ഞാൻ പറഞ്ഞില്ലേ വള്ളത്തിൽ പോയിട്ട് അവർ ഫോട്ടോ എടുപ്പിക്കുന്നത്. അതാണ് ഈ ഫോട്ടോ. എങ്ങനെ സാധിക്കുന്നത് എന്നറിയില്ല. എപ്പോഴോ ഏതോ കിട്ടിയത്. മാംഗോ സ്റ്റിക്കി റൈസ് വിലാമാണ്. ഇവിടെ 50 ഉള്ളൂ. അവിടെ എനിക്ക് തോന്നുന്നു 15 എഴുതിയിരിക്കുന്നത്. അഹാന ഫേമസ് ആക്കിയ മാംഗോ സ്റ്റിക്കി റൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാം. മാങ്ങ എങ്ങനെയുണ്ട്? ഞാനും ടേസ്റ്റ് ചെയ്തു. കൊള്ളാം. ഞാനിത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ അല്ല നല്ലതാ. പക്ഷെ ഈ ഒരു റൈസ് അല്ലല്ലോ, നമ്മുടെ റൈസ് വേറെ ഇതല്ലേ. ഞാൻ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു ടേസ്റ്റ് ഒരിക്കലും വന്നിട്ടില്ല. മാങ്ങ നല്ല മാങ്ങ. അതെല്ലാം കൂടെ നല്ലതായിട്ട് വരുമ്പോഴാണ് ടേസ്റ്റ് വരുത്തുള്ളൂ. ഞാൻ നോക്കി, പക്ഷെ അത് അത്ര രസമില്ലായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ബണ്ണ് കിട്ടും വാങ്ങിക്കണം തലയിലിട്ട്. എനിക്ക് പറ്റിയൊരു ചെരുപ്പുണ്ട്. അത് താനല്ലേ അതിട്ടേക്കുന്നത്, അത് തൻ്റെ സെയിം ചെരുപ്പല്ലേ. ഇവിടെ ആൾക്കാർ ഹാൻഡ് ഡ്രോയിങ് ചെയ്തേക്കുന്ന പെയിന്റിങ്സ് അടിപൊളി സംഭവം. എല്ലായിടത്തും ഗണപതിയെ പൂജിക്കുന്നുണ്ടല്ലേ. ഇതുണ്ട്, ഇതെല്ലാം തേങ്ങ ക്രോസ് എന്ന് എഴുതിയിട്ടുണ്ട്. ക്രോക്സ് അല്ല, ക്രോസ്. ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. അയ്യോ അതെന്തോ ക്രാബ്. ഓ ക്രാബ്. ഇത് ക്രോക്കഡൈൽ. അങ്ങനെ ഞങ്ങളുടെ വേറെ പിന്നെയും ഞങ്ങളുടെ വേറെ ഫോട്ടോ കിട്ടിയിരിക്കുന്നു. ഇതേവരിങ്ങനെ റാൻഡമായിട്ട് നമ്മളെ കൊണ്ട് എടുക്കുന്നതാ. പക്ഷെ നല്ല ഫോട്ടോസ്. ക്യാമറ അടിപൊളി. ക്യാമറമാനും അടിപൊളി. ക്യാമറമാൻ അടിപൊളി. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ പോവാ. ഇങ്ങനെ അൽക്കസാർ ഷോയുടെ അവിടോട്ട് വന്നതാ. അതിന് മുന്നേ ആയിട്ട് നമ്മളോട് പറഞ്ഞത് അൽക്കസാർ ഷോയുടെ ബിൽഡിങ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഷോയാണ്.
നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് വേറൊരെണ്ണം, അപ്പോൾ അവിടോട്ട് പോകും. അവരിപ്പോൾ പറഞ്ഞാൽ നമ്മളോട് 7:40 ആകുമ്പോഴത്തേക്കും എത്താനാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ഷാർപ്പ് 8-ന് അവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇവിടെയും കിട്ടും മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും ട്രൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ടൂർ ഗൈഡ് നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യാം. ഇവിടുന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഈ സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. ഇന്നലെ കണ്ട പോലെ തന്നെ വേറൊരു ടൈപ്പ് സ്ട്രീറ്റ് ആണ് സ്ട്രീറ്റ്. അവർ പറഞ്ഞേക്കുന്ന സ്ട്രീറ്റ് ഇവിടെ ആണ്. കുറേ എന്താ പറയുക ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ്സും ഫ്രൂട്ട്സും അങ്ങനെയുള്ള കുറേയൊക്കെ മാംഗോസ് ആണ് ഇവിടെ കൂടുതലും. ഇതാ മറ്റേ ദുരിയൻ, അതിൻ്റെ ഇതാ ഭയങ്കര സ്മെല്ലുള്ള. ഓക്കെ, ഇതുണ്ട് മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ്. ഇത് ആ ഫ്രൂട്ട് തന്നെ അവർ അടിച്ചു തരുവാ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിനകത്തിരിക്കുന്ന ഫ്രൂട്ട് തന്നെ അവർ അടിച്ചു തരുവാ. ഇത് ഗ്രില്ല് ചെയ്ത് വെച്ചേക്കുവാണോ? അതിന്റെ സ്കിന്ന് നോക്ക്. ഇതിനകത്ത് എന്തോ ഉണ്ട്, ഇല പോലൊരു സാധനം അകത്ത് വെച്ചിട്ടുണ്ട്. ശരിയാണ്, എന്തോ സ്റ്റഫ് ചെയ്തേക്കും അതിനകത്ത്. സ്പൈസസ് ഉണ്ട് ഇതിനകത്ത് കണ്ട. Can we have some mango sticky rice with ice cream? നമ്മൾ വീണ്ടും ഒരു മാംഗോ സ്റ്റിക്കി റൈസ് വിത്ത് ഐസ്ക്രീം ആണ്. മുമ്പ് ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല. അതെ, അതിന്റെ സന്തോഷം നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഓക്കെ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല. ഇതിങ്ങനെ ഇളകി വരുന്നു. സെയിം തന്നെ മുമ്പേ കഴിച്ചു. ടേസ്റ്റ് ഈ മാങ്ങയാണ്. നോക്ക്, ഇതെന്ത് സ്മൂത്തായിട്ട് ഇളകി വരുന്നുണ്ട് നോക്ക്. അതും ഈ പ്ലാസ്റ്റിക് സ്പൂണിൽ തന്നെ ഈ സാധനം വരുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴി പോകുമ്പോൾ വിശന്നാ കഴിക്കാൻ പ്രോട്ടീൻ ബാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുഡ് കിട്ടാത്ത ഏതെങ്കിലും സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ബാർ കഴിക്കാമെന്ന് വിചാരിച്ചു കുറേ വാക്ക് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ ആണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് നൈറ്റ് വന്നിരുന്ന് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കപ്പേരി ചുമ്മാതെ വാങ്ങിച്ചിട്ടുണ്ട്. സിനിമയൊക്കെ കാണുമ്പോൾ ടി വി ഒക്കെ കഴിക്കാതെ വിചാരിച്ചു. പക്ഷേ സമയമില്ല. ഫുഡാണ് പോകുന്നിടത്ത് ഇഷ്ടംപോലെ ഫുഡ് കിട്ടുകയും ചെയ്യാണ്. റൂമിലിരിക്കാനല്ല നമ്മൾ വന്നത്, പക്ഷേ അതിനുള്ള സമയം ഇല്ല റൂമിലിരിക്കാൻ. അത്രയും നമ്മൾ ദിവസം എല്ലാ സമയവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സത്യം, ഷെഡ്യൂള് ഭയങ്കര ടൈറ്റാണ്. അങ്ങനെ മാംഗോ സ്റ്റിക്കി റൈസിനോടുള്ള ആഗ്രഹം കഴിഞ്ഞു. ഇവിടുത്തെ ബ്രെഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒക്കെ ആയാലും നല്ല സോഫ്റ്റ് ബ്രെഡ്. നമ്മൾ അവിടുന്ന് കഴിക്കുന്ന നാട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ അല്ല. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാംഗോ ജ്യൂസ് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോസ് നല്ല ക്വാളിറ്റി ഉള്ള മാംഗോ. കറങ്ങുന്നത് ഒരു ക്രോക്കഡൈൽ കടന്ന് കാണാം. അതിനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളതാണ്. ഇതാണ് ക്രൊക്കഡൈലിന്റെ മീറ്റ് കണ്ടോ. അതിന്റെ എല്ലും മീറ്റും മാറ്റി വെച്ചേക്കും. മീറ്റും ഇങ്ങനെ ഇരിക്കട്ടെ. ലാസ്റ്റ് ഞങ്ങൾ ദാണ്ടെ ഇറങ്ങി. ഇനി ഞങ്ങൾ അവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ തൊട്ടടുത്താണ്. അപ്പുറത്ത് തന്നെയാ, എങ്കിലും നമ്മള് സാധാരണ ഉള്ളതുപോലെ അല്ല. ഇപ്പൊ ഷോ ആയതുകൊണ്ട് അവർ ഓൾറെഡി പറഞ്ഞു 8 o'clock 4 ടൈമിംഗ് ഉണ്ട്. അതിൽ ഞങ്ങൾ മൂന്നാമത്തതാണ്. 5 മണി 8 മണിയാണ്. ഞങ്ങൾ 8 മണിയാണ്. 6 മണി തൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. 6 തൊട്ട് 7, 7, 8, 9. ഞങ്ങൾ 8 മണിയുടെ ഷോ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അൽക്കസർ ഷോയിൻ്റെ അകത്ത് കയറാൻ വേണ്ടി നിൽക്കുക. അവിടെ ഭയങ്കര തിരക്ക്. പക്ഷേ ഓൾറെഡി അവർ പറഞ്ഞ സീറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ പിന്നെ പതുക്കെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ കാര്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറച്ച് ഭാഗം മാത്രമേ അവർ വീഡിയോയും ഫോട്ടോയും സമ്മതിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് അവർ നേരത്തെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ കയറാൻ പോകും. 2 ഷോ ഉണ്ട്. ആദ്യത്തെ ഷോയില് പിന്നെ നമുക്ക് എന്തൊക്കെയോ കാണാം, പക്ഷെ രണ്ടാമത്തെ ഷോയില് ഒട്ടും അലൗഡ് അല്ല. ഞങ്ങൾക്ക് 42, 43 സൈഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഷോ ഒക്കെ നല്ലതായിരുന്നു. അവരുടെ ഡാൻസൊക്കെ. പിന്നെ എനിക്കിങ്ങനെ ഡാൻസ് ഷോസ് ഒന്നും ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളല്ല ഞാൻ. അത് കാരണം എനിക്ക് മറ്റേ സംഭവം ഇഷ്ടമായി. എന്താ പറയാ, ഒരേ ആളിന് അപ്പുറം ഇപ്പുറവും ഒരു പെണ്ണായിരുന്നു. അത് ട്രാൻസിഷൻ പോലും അറിയുന്നില്ല. അത്ര നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ തിരികെ വന്നിട്ട് പോലും. ഓവറോൾ നല്ല ഷോ ആയിരുന്നു.
പിന്നെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന അങ്ങനെ കാണുന്ന ഷോസൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാം. പെർ പേഴ്സൺ രണ്ടോ 100 ബാത്താണ്. പക്ഷെ അത് ഒരാൾക്കാണ്. നല്ല ഭംഗിയുണ്ടല്ലേ? ഇതല്ലേ ഡിന്നർ കഴിക്കാൻ ഡിന്നർ കഴിക്കുന്ന സ്ഥലം ശരിക്കും ഇന്നത്തെ ഡിന്നർ ഇതാണ് പറഞ്ഞ സൂപ്പ്. കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എനിക്ക് സൂപ്പുകൾ സാധാരണ യാത്ര എനിക്കിഷ്ടമാണെന്ന് തോന്നുന്നു. ഇലയുടെ ഒരു ഫ്ലേവർ ഉണ്ട് അതിനകത്ത്. എനിക്കൊന്ന് അതാണ് നമ്മളവിടെ ഫിഷിൻ്റെ ഒരു ഗ്രില്ല് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ ഒരു ഇല അവരകത്ത് സ്റ്റഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗ്രില്ല്. എനിക്കൊന്ന് ആ സെയിം ഇലയാണ് തോന്നിയത്. ഇതുണ്ടോ? നല്ല എരിവുണ്ട്. വേറെ ഒരു ടൈപ്പ് ഒരു ഭയങ്കര ഉപ്പായിട്ടുള്ളൊരു ഫ്ലേവർ, അങ്ങനത്തെ ടേസ്റ്റ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് ഗംഭീര ഫുഡെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ ഡീസൻ്റ്. ഓക്കെ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ ചേച്ചിമാരുടെ ബർത്ത്ഡേ പതിനാല് വർഷമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. അതിൻ്റെ ഒരാൾ ന്യൂസിലൻഡിൽ നിന്ന് വന്ന് ഇവിടെ ജോയിൻ ചെയ്ത്, ബാക്കി എല്ലാവരും ട്രിവാൻഡ്രത്ത് നിന്ന് കയറി. അതിനകത്ത് 3 പേരുടെ ബർത്ത്ഡേ ഈ മന്തായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് കേക്ക് കട്ടിയത്. കൊള്ളാം, നല്ലൊരു സർപ്രൈസ്. അപ്പോൾ അത് ഈ മന്തിലുള്ളവരെല്ലാവരും ഈ മന്തിലുള്ള അവർ 3 പേരുണ്ടായിരുന്നു. അപ്പം 3 പേർക്കും കൂടെ വേണ്ടി. ഒരാളുടെ ബർത്ത്ഡേ നാളെ കണ്ടോളൂ. ലാസ്റ്റ് നൈറ്റ് നാളെ ചെക്കൗട്ട്. അപ്പോൾ ഇന്നത്തെ നൈറ്റ് കഴിഞ്ഞിരിക്കുന്നു. ബൈ. അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞിരിക്കുന്നു. ലോങ് ഡേ ആയിരുന്നു. കുറേ സ്ഥലങ്ങളിൽ പോയി, ടയേർഡായി. അൽക്കസറ ഷോയ്ക്കൊക്കെ ചിലവരൊക്കെ കിടന്ന് ഉറങ്ങി. അങ്ങനെ കുഴപ്പമില്ല. അതെ, അത് ഇവളാണ്. നാളെ ചെക്കൗട്ടാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടീസൊക്കെ നാളെ നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞു. പെട്ടി വായിക്കണം, പാസ്പോർട്ട് എടുത്ത് കൈ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈ.